വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു യു ആൾ ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്നലെ 1-ാം തീയതിയായിട്ട് നമ്മൾ ലൈവ് ഒബ്സർവേഷൻ രാവിലെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിരുന്നു. ഇത് കൊടുക്കാനായിട്ട് നിറയെ പ്രീമിയം ചാനലുണ്ട്. ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനുമാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ കൊള്ളതുകൊണ്ടാണോ അറിഞ്ഞൂടാ, ആൾക്കാർ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ആഴ്ച കൂടെ ഇന്നും നാളെയും കൂടെ പറ്റുന്ന ലൈവ് ഒബ്സർവേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ. അപ്പം അതിനകത്ത് സക്സസ്ഫുൾ ആണെങ്കിലും ഫെയിലിയർ ആണെന്നുണ്ടെങ്കിലും ഇവിടെ യൂട്യൂബിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ടെലഗ്രാം ചാനലിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പ്രചോദനമാകും. അടുത്ത ഡിസ്കഷനും അടുത്ത ലൈവ് ഒബ്സർവേഷനും ഇനിയും കുറച്ചുകൂടെ നമുക്ക് തരാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് 155 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് നിഫ്റ്റി 50യുടെ സ്പോട്ടിനും നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനും. ബാങ്ക് നിഫ്റ്റിക്ക് 379 പോയിൻറ്റിന് നമ്മൾ കുറച്ച് ദിവസം മുന്നേ 400-500 പോയിൻറ്റിൻ്റെ കണ്ടിരുന്നു. ഇപ്പോൾ 379 റെഡ്യൂസ് ചെയ്തു. വീണ്ടും പറയുകയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഒരു നല്ലൊരു ട്രേഡറായിട്ട് മാറാം. പിന്നെ ഇതൊരു ട്രേഡിംഗ് ഒരു നല്ലൊരു ബിസിനസ്സായിട്ടോ നല്ലൊരു സൈഡ് ഇൻകം ആയിട്ടോ അല്ലെങ്കിൽ പാസീവ് ഇൻകം ആയിട്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ട്രേഡിങ്ങിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇന്നലെ വെറും ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഒരു 20 പോയിൻറ്റ് നിഫ്റ്റിയിൽ ബുക്ക് ചെയ്തത്. സോ 20 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഒരു ലോട്ട് 75 ഇപ്പം ഓപ്ഷൻ ബയ്യിങ്ങിന് സെല്ലിങ്ങിനാണെങ്കിലും ഒരു ലോട്ട് നിഫ്റ്റിയിൽ 75 ആണ്. ചുമ്മാ ഒരു ലോട്ട് 10 പോയിൻ്റ് വരുമ്പോൾ എത്ര രൂപ വരും, 20 പോയിൻ്റ് വരുമ്പോൾ എത്ര രൂപ വരും, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാനത് പറയുന്നില്ല. ലോട്ട് സൈസ്, ഞാൻ എടുക്കുന്ന ലോട്ട് സൈസ് ഒന്നും അവിടെ കൊടുക്കാറില്ല. കാര്യത്തിൽ അത് കൂടുതൽ ഇമോഷണൽ ആകും. അപ്പോൾ ആൾക്കാർ അതിൽ കൂടുതലായിട്ട് ഇത് വരും. അപ്പോൾ അത് കാണിച്ച് അട്രാക്റ്റ് ചെയ്യാനല്ല അവിടെ ഇടുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് എൻട്രി ചെയ്യുന്നുണ്ടും എക്സിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് ബോധിപ്പിക്കാനായിട്ടാണ് അവിടെ നമ്മളത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം. നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ, അതായത് നമ്മുടെ ഈ ലക്ഷ്മൺ രേഖ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലേ. നിഫ്റ്റി ഫ്യൂച്ചറിൽ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും നമ്മൾ ലക്ഷ്മൺ രേഖയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. സോ ഇതൊക്കെയാണ് ലക്ഷ്മൺ രേഖ. ഇന്ന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് 24,110 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻ്റാണ്. 24,000 24,110 റെസിസ്റ്റൻ്റാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ 115, അത് സ്പോട്ടിൽ ആ സമയത്ത് ഏത് സ്ട്രൈക്കാണോ ട്രേഡ് ആകുന്നത്, അതായത് അറ്റ് ദ മണി ഏതാണോ ആകുന്നത്, അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുക. 115 എന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു 100 പോയിൻറ്റിൻ്റെ ഇൻ ദ മണി പിയിലും സിയിലും അവിടെ ഈ 115 റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല നല്ല ട്രേഡുകൾ ഇതാണ്. ഇതിൽ കൂടുതൽ ഈസി ആയിട്ട് ആരും ഒരു എൻട്രി എക്സിറ്റ് പറയത്തില്ല. പ്രീമിയത്തോടു കൂടി ഈ പ്രീമിയം ഈ ലെവലിൽ. ഇപ്പോൾ ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ രാവിലെ ഒരു 9:45 10 മണിയായപ്പോൾ ചേഞ്ച് ആയി. 130 ഇന്നലെ പറഞ്ഞിരുന്നത്. രാവിലെ തന്നെ അവർ ചേഞ്ച് ചെയ്തു. പോയിൻ്റ് ഓഫ് കൺട്രോൾ 120 കൊണ്ടുവന്നു. അത് ടെലഗ്രാം ചാനലിൽ പറയുകയും ചെയ്തു. ഇപ്പോൾ 120 നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അത് വീണ്ടും ക്ലോസ് ചെയ്തപ്പോൾ 115 ആക്കിയവർ. കുറയുന്നതുണ്ടോ? ഇതാണ് നമ്മൾ 150 നോക്കി, പിന്നെ ഇപ്പോൾ 130 120 ഇന്നലെ വൈകിട്ടായപ്പോൾ 115. സോ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഹെഡ്ജിങ് പർപ്പസ് നമ്മുടെ വേണ്ടിയിട്ടാണ് നിഫ്റ്റി NSE ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സ് ഈ ഒരു 20 പോയിൻ്റ് എടുക്കാൻ, ഒരു ദിവസം 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും ഓപ്ഷൻ സെല്ലേഴ്സ്. നമുക്ക് 10 മിനിറ്റ് മതി. പക്ഷേ അതുകൊണ്ട് തൃപ്തിയാകണം. നിറച്ച് ഓപ്പർച്യൂണിറ്റി കാണും. നമ്മൾ ഇത് ഒരു പ്രോഫിറ്റോ ലോസോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാർട്ട് കാണുമ്പോൾ എന്താണെന്ന് നമ്മുടെ മൈൻഡ് പറയാൻ വെച്ചാൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓ, ഇത് എടുത്തിരുന്നെങ്കിൽ 50 പോയിൻ്റ് കിട്ടുമായിരുന്നു. അയ്യോ, ഇത് എടുക്കാമായിരുന്നു, ഇത് മിസ് ചെയ്തുള്ളൂ. അങ്ങനെ ചെയ്യരുത്. നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് ശ്രദ്ധിക്കുക, അതിൽ കയറുക, അത് ബുക്ക് ചെയ്യുക. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും, എന്നിട്ട് മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് മാക്സിമം. അതിൽ കൂടുതൽ പോയാൽ ഓവർ ട്രേഡിംഗ് ആവും. ഓവർ ട്രേഡിംഗ് ആയാൽ നമ്മുടെ ഉള്ള ക്യാപിറ്റലെല്ലാം അടിച്ചു പോകും. സോ എല്ലാ ഓപ്പർച്യൂണിറ്റിയും കയറി എടുക്കാൻ നോക്കരുത്. സോ ഇതാണ് ലെവൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. വേണമെങ്കിൽ സ്പോട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇത് നോക്കിക്കോളൂ. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട്. 23,800 നമുക്ക്
ഫ്യൂച്ചർ നിൽക്കുന്നത്, ആ ഫ്യൂച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പോട്ടിൽ കേട്ടോ. ഫ്യൂച്ചർ നിൽക്കുന്നത് 23,800 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ. അത് സ്പോട്ടിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്പോട്ട്. ബാങ്ക് നിഫ്റ്റി 379 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട്. സോ 379 പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നോക്കുക. പക്ഷേ ഇവിടെ പ്രീമിയം കൂടുതലാണ്, മന്ത്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ടേ. സോ ഇവിടെ വന്നിട്ട് 888 വീണ്ടും ഇവിടെ നിൽക്കുന്നത്, ഇവിടെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 888 തന്നെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. കണ്ടതിൽ നന്ദി, നമസ്കാരം. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.